ഇന്ന് നമുക്ക് സിസ്റ്റർ മിഡ്നൈറ്റ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഗോപാൽ എന്നൊരാൾ ഉമ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മുംബൈയിലേക്ക് കൊണ്ടുവന്നു. മുംബൈയിലെത്തിയതിനു ശേഷം ഉമയുടെ സ്വഭാവത്തിലാണെങ്കിൽ വല്ലാത്ത മാറ്റം. ഒന്നാമത് രണ്ടുപേരും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പരസ്പരം സ്നേഹമൊന്നുമില്ല. മുംബൈയിലെത്തിയ ഉമയാണെങ്കിൽ ആഹാരമൊന്നും നന്നായിട്ട് കഴിക്കുന്നതേയില്ല. അവൾക്കാണെങ്കിൽ ആഹാരത്തിനോട് താല്പര്യവുമില്ല. അതെല്ലാം ഗോപാലിന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഉമയാണെങ്കിൽ ആടിനെയും പക്ഷികളെയും ഒക്കെ ഭക്ഷിക്കുവാനായും തുടങ്ങി. അതിനുശേഷം സംഭവിക്കുന്നതോ ഞെട്ടിക്കുന്ന കാര്യങ്ങളും. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ ഗോപാൽ എന്നൊരാളാണെങ്കിൽ ഉമ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മുംബൈയിലുള്ള ഒരു ചേരിയിലാണ് ഈ ഗോപാൽ താമസിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഗോപാൽ താമസിക്കുന്ന സ്ഥലത്ത് ഒരു റൂം മാത്രമാണുള്ളത്. അത്രയ്ക്കും സൗകര്യമില്ലാത്തൊരു സ്ഥലത്താണ് ഗോപാൽ താമസിക്കുന്നതും. അതേ സ്ഥലത്തേക്കാണ് ഉമയും കൂട്ടിക്കൊണ്ടുവരുന്നത്. അന്നേ ദിവസം രണ്ടുപേരും ഒന്നും മിണ്ടാതെ റൂമിൽ തന്നെ ഇരിക്കും. എന്നാൽ ഉമയ്ക്കാണെങ്കിൽ ഡ്രസ്സ് മാറണമെന്ന് മനസ്സിലാക്കിയ ഗോപാലാണെങ്കിൽ നേരെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ഉമയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ടിരിക്കും. അതേസമയം തന്നെ ഗോപാൽ റൂമിലേക്ക് വരും. ഗോപാലാണെങ്കിൽ ഉമയെ തന്നെ നോക്കും. കാരണം ഉമയ്ക്ക് ഡ്രസ്സ് മാറുവാൻ വേണ്ടിയിട്ട് ഗോപാൽ മാറിക്കൊടുത്തല്ലോ. അതുപോലെ ഗോപാലിന് ഡ്രസ്സ് മാറുവാൻ വേണ്ടിയിട്ട് ഉമ മാറിക്കൊടുക്കണം. അതാണ് ഗോപാലിന്റെ ആവശ്യവും. അത് മനസ്സിലാക്കിയ ഉമയാണെങ്കിൽ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഉമയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. സിഗരറ്റും വലിച്ചുകൊണ്ടാണ് അവൾ ഇരിക്കുന്നതും. അതുവഴി നടന്നു പോകുന്ന ആളുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗോപാൽ ഡ്രസ്സ് മാറിയതിനു ശേഷം ഉമ അകത്തേക്ക് വരും. അപ്പോൾ കാണുന്നത് ഉറങ്ങുവാനായി കിടക്കുന്ന ഗോപാലിനെയാണ്. ഉമയും അടുത്ത് പോയി കിടക്കും. വിവാഹമൊക്കെ കഴിഞ്ഞതിലെ ക്ഷീണം കാണുമെന്ന് അവളും കരുതി. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടുന്ന സമയത്ത് ഗോപാലിനെ കാണുന്നില്ല. ഗോപാൽ എവിടെയോ എഴുന്നേറ്റ് പോയി. എന്നാൽ ഗോപാൽ ആണെങ്കിൽ ഉമ്മയ്ക്ക് ചിലവിനായിട്ടുള്ള കാശ് പോലും വെച്ചിരുന്നില്ല. ഉമ്മയ്ക്കാണെങ്കിൽ വല്ലാതെ വയറ് വിശക്കുന്നു. അവൾ ഡ്രസ്സ് മാറി പുറത്തേക്കൊക്കെ ഇറങ്ങി. ഒരുപാട് നേരം ആളുകളൊക്കെ അതുവഴി നടന്നു പോകുന്നതൊക്കെ നോക്കിയിരിക്കും. പിന്നെ കുറെ നേരം കഴിഞ്ഞ് അവളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ ഇരിക്കും. അവസാനം രാത്രിയായി. ഉമ്മയ്ക്കാണെങ്കിൽ ഗോപാലിനോട് വല്ലാത്ത ദേഷ്യവും. കാരണം അവൾക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള ഫുഡ് പോലും അവിടെ ഇല്ലല്ലോ. കാശും വെച്ചിട്ട് പോയില്ല. അത് കാരണം ദേഷ്യത്തിലിരിക്കുകയാണ് ഉമ്മ. കുറെ നേരം കഴിഞ്ഞതും ഗോപാലാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ കയറി വരുന്നു. ഗോപാലിന്റെ പോക്കറ്റിൽ നിന്നും കാശ് എടുത്തുകൊണ്ട് പോയി ഉമ്മയാണെങ്കിൽ കടയിൽ നിന്നും അവൾക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് ഗോപാലിന്റെ ഓപ്പോസിറ്റായി വന്നിരുന്ന് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപാലിനാണെങ്കിൽ ബോധമേയില്ല. അന്നേ ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. അടുത്ത ദിവസം ഉറക്കമുണരുമ്പോൾ ഗോപാൽ കാണുന്ന കാഴ്ച അവന്റെ ഓപ്പോസിറ്റായി ഇരുന്ന് പല്ല് തേക്കുന്ന ഉമയെയാണ്. ഉമ ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഏത് കോലത്തിലാണ് വന്നതെന്ന് മനസ്സിലായോ? നിനക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, കൂട്ടുകാരാണെങ്കിൽ പാർട്ടി വേണമെന്ന് പറഞ്ഞു, അതിനാ പോയതെന്നും ഗോപാൽ പറയും. അല്ല, നിനക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയുമില്ലായിരുന്നോ? ഞാൻ ഫുഡ് കഴിച്ചത് പോലുമില്ല. എനിക്ക് കാശ് വെച്ചിട്ട് പോകണമെന്ന് പോലും നിനക്കൊരു ബോധവുമില്ലായിരുന്നോ എന്നൊക്കെ അവനോട് പറയുന്നു. ഗോപാലാണെങ്കിൽ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അന്നേ ദിവസം കുളിച്ചൊരുങ്ങി ഗോപാലാണെങ്കിൽ ജോലിക്ക് പോകുവാനായി ഇറങ്ങും. ആ സമയത്ത് ഉമ്മയ്ക്കാണെങ്കിൽ കാശും കൊടുത്തിട്ടാണ് അവൻ പോകുന്നത്. ഗോപാൽ ജോലിക്ക് പോയി കഴിഞ്ഞതും ഗോപാൽ കൊടുത്ത കാശുമായി ഉമ്മയാണെങ്കിൽ പച്ചക്കറി കടയിലേക്ക് പോയി പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നാലും ഉമ്മയ്ക്കാണെങ്കിൽ ഒന്നും പാചകം ചെയ്യുവാനായി അറിയത്തില്ല. മലക്കറി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അടുത്തുള്ളൊരു സ്ത്രീയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങിക്കൊണ്ടുവന്ന് അവൾ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്യും. എന്നാലും അവൾക്കൊന്നും പാചകം ചെയ്യാൻ പോലും അറിയത്തില്ലല്ലോ. അന്നേ ദിവസം രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് ഗോപാൽ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഗോപാൽ കാണുന്ന കാഴ്ച, ആ ഏരിയയിലുള്ള സ്ത്രീകളെല്ലാം അവരുടെ ഭർത്താവിന് നല്ല രീതിക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിളമ്പി കൊടുക്കുന്നതാണ്. എന്നാൽ ഗോപാൽ വീട്ടിലെത്തുന്ന സമയത്തോ ഉമ്മയാണെങ്കിൽ ആഹാരമൊന്നും ഉണ്ടാക്കാതെ മാവ് കുഴച്ചുകൊണ്ടേയിരിക്കും. അവൾക്കാണെങ്കിൽ എങ്ങനെ മാവ് കുഴയ്ക്കണമെന്നോ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണമെന്നോ ഒന്നും തന്നെ അറിയത്തേയില്ല. ഒരു വീട്ടിൽ ഒരു സ്ത്രീ ചെയ്യേണ്ട ജോലികൾ പോലും അവൾക്കറിയത്തേയില്ല. അത് കാണുന്ന ഗോപാലാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് മാവൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് അവളോട് പോയി കൈ കഴുകുവാനും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നും ഗോപാൽ പറയുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മയാണെങ്കിൽ തന്റെ ഡ്രസ്സ് എല്ലാം ഊരിക്കളഞ്ഞിട്ട് കട്ടിൽ കയറി കിടന്നിട്ട് ഗോപാലിന് നേരെ കൈ നീട്ടും. എന്നാൽ ഗോപാലാണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് ഷേക്കൻഡ് കൊടുത്തിട്ട് അവൻ ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഫിസിക്കൽ റിലേഷൻ ഒന്നും നടക്കുന്നതേയില്ല. ഗോപാലിനാണെങ്കിലും ഉമ്മയോട് താല്പര്യവുമില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഉറക്കമുണ്ടെന്ന ഉമ്മയാണെങ്കിൽ ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്ന ഗോപാലിനോട് വീണ്ടും കാശ് ചോദിക്കും. എന്നാൽ ഗോപാൽ പറയുന്നത്, ഒരാഴ്ചത്തേക്കുള്ള കാശ് നിനക്ക് ഞാൻ തന്നത്, ഇത്ര വേഗം അതെല്ലാം തീർത്തു കളഞ്ഞോ എന്ന് അവളോട് ചോദിക്കും.
ഉമയ്ക്കൊരു കുടുംബം നോക്കുവാനോ കൊടുക്കുന്ന കാശ് എങ്ങനെ ചിലവാക്കണമെന്നോ എന്നൊന്നും അറിയില്ല എന്ന കാര്യം ഗോപാലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗോപാലാണെങ്കിൽ അതെല്ലാം ഉമയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഓരോ ദിവസം എന്തൊക്കെ ആഹാരം ഉണ്ടാക്കണമെന്നും കാശ് എങ്ങനെയൊക്കെ ചിലവാക്കണമെന്നും ഉമയെ അവൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അന്നേ ദിവസം ഉമയാണെങ്കിൽ ഗോപാൽ പോയി കഴിഞ്ഞതും എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടാക്കുവാനായും ശ്രമിക്കും. അടുത്ത വീട്ടിലുള്ള സ്ത്രീയോട് വന്നിട്ട് എങ്ങനെയാണ് കറികൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ പോയി പഠിച്ചിട്ട് അവൾ നന്നായിട്ട് കറി ഉണ്ടാക്കുന്നു. ജോലി കഴിഞ്ഞെത്തിയ ഗോപാലാണെങ്കിൽ ആഹാരം കഴിക്കും. അന്നേ ദിവസം ഉമ്മയുണ്ടാക്കിയ ആഹാരമാണെങ്കിൽ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഉമ്മയോട് പറയും. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതും രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ പോലുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോയിട്ട് സിഗരറ്റ് വലിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവർ രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് പോലെയൊന്നും ഒന്നും സംസാരിക്കുന്നതേയില്ല. സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലാതെ നടന്ന വിവാഹമാണിത്. അതും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഉമ ഗോപാലിനെ വിവാഹം കഴിച്ചതും. ഗോപാലും അതുപോലെ തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരേ ഗ്രാമത്തിലുള്ളവരും. അടുത്ത ദിവസവും ഗോപാല് ജോലിക്കായിട്ട് പോകും. ഈ ഉമയാണെങ്കിൽ ആഹാരം ഉണ്ടാക്കുവാനൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത വീട്ടിലെ സ്ത്രീക്ക് അടുത്തെത്തിയിട്ട് ഇന്നും ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും. എന്നാൽ അവർ പറയുന്നത് എനിക്കൊന്നും പറ്റത്തില്ല, നീ തനിയെ പഠിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഉമയ്ക്കാണെങ്കിൽ അത് കേട്ട് വല്ലാത്ത ദേഷ്യം വരും. അങ്ങനെ ഒരു ഞായറാഴ്ച എത്തി. എന്നാൽ ഗോപാലനാണെങ്കിൽ സുഖമില്ലായിരുന്നു. അവൻ വല്ലാതെ വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അടുത്തിരുന്ന ഓം പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ എന്നെ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, നമുക്ക് പുറത്തൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കും. എന്നാൽ ഗോപാൽ പറയുന്നത്, അടുത്ത ആഴ്ച എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണമാ, അന്ന് നമുക്ക് പുറത്തേക്ക് പോകാമെന്നും ഗോപാൽ പറയും. എന്നാൽ ഉമയാണെങ്കിൽ അത് കേൾക്കുവാനായി കൂട്ടാക്കുന്നില്ല. എനിക്കിപ്പോൾ പോണം, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉമ വാശി പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ വയ്യെങ്കിലും ഗോപാലാണെങ്കിൽ അവളെയും കൊണ്ട് ബീച്ച് കാണുവാനായി പോകും. പക്ഷേ അവർ പോകുവാനായി തീരുമാനിച്ച ബീച്ചിലാണെങ്കിൽ 13 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ എത്തത്തുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും ബസ്സിലിരിക്കുകയാണ്. 13 മണിക്കൂറത്തെ യാത്ര രണ്ടുപേർക്കും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഉമയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അവളുടെ കയ്യിൽ കിടക്കുന്ന വളകളാണ്. കല്യാണം കഴിഞ്ഞതോടുകൂടി അവളുടെ കയ്യിൽ കയറിയതാണ് ആ വളകളും. അങ്ങനെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ബീച്ചിലെത്തി കുറച്ചു നേരം നിന്നതും തിരികെ പോകാമെന്നും ഗോപാൽ പറയുന്നു. അവൻ അപ്പോൾ ബസ് കയറിയാൽ മാത്രമേ അടുത്ത ദിവസം ജോലിക്ക് പോകുവാനായി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവിടുന്ന് തിരിക്കുകയാണ്. എന്നാൽ ഉമയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും. കാരണം അവൾ ആഗ്രഹിച്ചതുപോലെ ഒന്ന് കറങ്ങുവാനൊന്നും അവൾക്ക് പറ്റുന്നില്ലല്ലോ. തിരികെ ദേഷ്യത്തോടു കൂടി ബസ്സിലിരിക്കുന്ന സമയത്ത് അവളുടെ കയ്യിലെ വളകൾ അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. കയ്യിലെ വളകൾ പൊട്ടിച്ചു കഴിഞ്ഞതും ഉമ ഫ്രീ ആയി. അന്നേ ദിവസം ജോലിക്ക് പോയിട്ട് വന്നിട്ടും ഗോപാലാണെങ്കിൽ ഉമയുടെ അടുത്ത് കിടക്കുമെങ്കിലും അവളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിനും താല്പര്യമേ ഇല്ല. ഗോപാൽ ഒരു വശം ചരിഞ്ഞു കിടക്കും, ഉമ മറ്റൊരു വശത്തേക്കും ചരിഞ്ഞു കിടക്കും. അങ്ങനെയാണ് അവരുടെ ദിവസം മുന്നോട്ട് പോകുന്നതും. അടുത്ത ദിവസം ഗോപാല് ജോലിക്ക് പോയി കഴിഞ്ഞതും ഉമ തന്റെ കട്ടിലിനടുത്തിരുന്നിട്ട് നേരെ ഭിത്തിയിലേക്ക് നോക്കിയിരിക്കുന്നു. അതും മാനസിക നില തെറ്റിയതുപോലെയാണ് അവളുടെ അവസ്ഥയും. ഭിത്തിയിലേക്ക് തന്നെ നോക്കിയിരുന്ന അവളാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. പുറത്തൊരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ മുന്നിലായിട്ടിരുന്ന ചെടിച്ചട്ടികളെല്ലാം പറക്കിക്കൊണ്ടുവന്ന് അവൾ ആ മൂലയിൽ വെക്കും. എന്നിട്ട് അതിനിടയിലായിട്ട് കയറിയിരുന്നിട്ട് അവൾ സിഗരറ്റ് വലിക്കുകയാണ്. അവളുടെ പെരുമാറ്റമൊക്കെ കണ്ടാൽ എന്തോ സമനില തെറ്റിയതുപോലെയാണ് പെരുമാറുന്നതും. അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം പുറത്തേക്ക് ഇറങ്ങി നടക്കും. എന്നിട്ട് ട്രെയിൻ കയറി എങ്ങോട്ടോ പോകുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ബീച്ചിനടുത്ത് പോയിരിക്കുകയാണ്. അവിടെ ചെന്നാൽ മനസ്സമാധാനം കിട്ടുമെന്ന് കരുതി അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇരുന്ന് കരയും. അത് കാണുന്നതും വീണ്ടും ഉമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയിലേക്ക് വരും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ, ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ, ഇവിടെ ആകെ ക്ലീനിങ് ജോലിയേ ഉള്ളൂ, അത് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ, ആ അത് ഞാൻ ചെയ്തോളാം, ക്ലീനിങ്ങിലേക്ക് ഞാൻ പുലിയാണെന്നും അവൾ പറയുന്നു. അങ്ങനെ അവിടെ ക്ലീനിങ് ജോലി കിട്ടുകയാണ് ഉമയ്ക്ക്. ഉമയാണെങ്കിൽ രാത്രി വരെ നിന്ന് അവിടെ ക്ലീൻ ചെയ്യും. തിരികെ ബക്കറ്റും ആ ഒരു മോർപ്പുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നതും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനാണെങ്കിൽ സൈക്കിളിൽ വന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ആക്കി തരണമോ എന്ന് ചോദിക്കും. ഉമ അയാളോടൊപ്പം സൈക്കിളിൽ കയറി യാത്രയായി. എന്നാൽ ഉമയ്ക്ക് വീട്ടിലെത്തണമെങ്കിൽ ഏകദേശം 4 മണിക്കൂർ സഞ്ചരിക്കണം. അയാളാണെങ്കിൽ കുറെ ദൂരം ഉമയും കൊണ്ടുവന്നിട്ട് അയാൾക്ക് പോകേണ്ട സ്ഥലം എത്തിയപ്പോൾ ഉമയെ ഇറക്കി വിടുന്നു. പിന്നീട് ഉമ നടന്നാണ് തന്റെ വീട്ടിലേക്ക് എത്തിയതും, അതും ആ ഒരു ബക്കറ്റും മോർപ്പുമായിട്ട്. അടുത്ത ദിവസം കുറെ നേരം തന്റെ വീടിനടുത്തുള്ള സ്ത്രീയുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു. പിന്നീട് അവൾ വീണ്ടും ജോലിക്ക് പോകുന്നു. ദിവസവും ഇങ്ങനെ തന്നെയാണ് കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നതും.
ഒരിക്കൽ ജോലി കഴിഞ്ഞിട്ട് ബക്കറ്റും മോപ്പുമായിട്ട് വരുന്ന ഉമയെ കാണുന്ന കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ, നിന്റെ ഈ വെളുപ്പിന്റെ രഹസ്യം എന്താ? നീ എന്തെങ്കിലും ക്രീം ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിലാ ക്രീമിന്റെ പേര് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഉമയുടെ പിന്നാലെ കൂടുന്നു. ഉമയാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ച് നേരെ ഓടി തന്റെ വീട്ടിലേക്ക് വരുന്നു. എല്ലാ ദിവസവും ജോലി, വീട്, ഇങ്ങനെ തന്നെയാണ് ഉമയുടെ ജീവിതം കടന്നു പോകുന്നതും. ഒരിക്കൽ ഉമയാണെങ്കിൽ തന്റെ അടുത്ത വീട്ടിലെ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉമയുടെ ഇപ്പോഴത്തെ കോലം കണ്ടിട്ട് നീ വല്ലാതെ മേലിന് പോകുന്നുണ്ടല്ലോ, നീ ഒരു ഡോക്ടറിനെ പോയി കാണിക്കേ, നിന്റെ ആരോഗ്യം വളരെ മോശമാണെന്നാ തോന്നുന്നതെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ ഉമയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. ജോലി സ്ഥലത്തും ഉമയെ കാണുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ അവൾ വല്ലാതെ മെലിഞ്ഞു പോകുന്നത് മനസ്സിലാക്കി ഉടനെ തന്നെ അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഉമയെ അയാൾ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഉമയോട് ഡോക്ടർ പറയുന്നത് ആഹാരം നന്നായിട്ട് കഴിക്കണം, അത് ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വയറിന് ചെറിയ കുഴപ്പമേ ഉള്ളൂ, അതൊന്നും ശ്രദ്ധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നും ഡോക്ടർ പറയുന്നു. ഉമ നേരെ വന്നത് തന്റെ കൂട്ടുകാരിയായ ആ സ്ത്രീയുടെ അടുത്തേക്കായിരുന്നു. എന്നാൽ അവരാണെങ്കിൽ നാട്ടിലേക്ക് പോകുവാനായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അവർ ഉമയോട് ചോദിക്കും, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നീ നിന്റെ ഭർത്താവിനടുത്ത് പോയിരിക്കുവാനായിട്ടും പറയും. എന്നാൽ ഉമ പറയുന്നത് അയാൾ ഇപ്പോഴൊന്നും വരത്തില്ല, അതാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അത് കേട്ട ആ സ്ത്രീ പറയുന്നത്, അവൻ എപ്പോഴേ വന്നോ, ദേ ഈ ഭിത്തിക്കപ്പുറം ചാരിയിരിക്കുന്നുണ്ടായിരിക്കുമെന്നും അവർ പറഞ്ഞു. അതനുസരിച്ച് ഉമ തന്റെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അവർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ് ഗോപാൽ. പക്ഷേ മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം. അത് കണ്ടതും ഉമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റും മോർപ്പും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൾ നേരെ പോയത് ജോലി ചെയ്യുന്ന ഓഫീസിലേക്കായിരുന്നു. അന്നേ ദിവസം രാത്രി മുഴുവനും അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്തതിനു ശേഷം തന്റെ ബക്കറ്റും മോർപ്പുമായിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ സെക്യൂരിറ്റി ടെറസിന് മുകളിലിരിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുന്നു. അവളും അവിടെ പോയിരിക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ പോകാമെന്ന കരുതിയത്, പക്ഷേ അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ ഉറക്കമുണർന്ന് അവൾ നേരെ വീട്ടിലേക്ക് പോകും. ഉമ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് എന്നും കാണാറുള്ള ആ ഒരു ട്രാൻസ്ജെൻഡേഴ്സിലെ അവരെ കാണുകയാണ്. അവരവളെ ചായ കുടിക്കുവാനായും വിളിക്കും. അവരോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥലം അവൾക്ക് നല്ല സൈലന്റ് ആയിട്ട് തോന്നുന്നു. എന്നാൽ പെട്ടെന്ന് ഉമയുടെ ചെവിയിലായിട്ട് എന്തോ ശബ്ദം കേൾക്കും. ആ കാര്യം അവൾ അവരോട് പറയുന്ന സമയത്ത് ഞങ്ങൾക്കാർക്കും കേൾക്കുന്നില്ലല്ലോ എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞതും. ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് പകല് മുഴുവൻ അവൾ കിടന്നുറങ്ങും. അതിനുശേഷം അവളാണെങ്കിൽ ഒന്ന് നടക്കുവാനായിട്ട് ഇറങ്ങുന്നു. എന്നാൽ അവൾക്ക് അത്രയും വെയിൽ കൊണ്ടിട്ട് പോലും നന്നായിട്ട് ശരീരം തണുക്കുകയാണ്. അവളെ കൊണ്ട് ആ ഒരു തണുപ്പ് സഹിക്കുവാനേ പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഉമ്മയുടെ അടുത്തേക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, നീ എന്താ ഇത്രയ്ക്കും വെളുത്തിരിക്കാനായിട്ട് കാരണം? എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ ഉമ്മ അവിടെ നിന്ന് പെട്ടെന്ന് നടന്നു പോകുന്നു. എന്നിട്ട് അവൾ ഒരു കമ്പിളിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വാങ്ങി വെച്ചുകൊണ്ട് നേരെ തന്റെ ഗ്രാമത്തിലേക്ക് വരും. എന്നാൽ ഉമ്മയാണെങ്കിൽ വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന സ്ത്രീകൾക്ക് ആർക്കും തന്നെ തണുക്കുന്നതേ ഇല്ലായിരുന്നു. അവളാണെങ്കിൽ വല്ലാതെ കുളിര് കാരണം വീടിനകത്തേക്ക് കയറിപ്പോകും. അന്നേ ദിവസം രാത്രി ഉമ്മയ്ക്കാണെങ്കിൽ ഉറങ്ങുവാനേ പറ്റുന്നില്ല. അവളുടെ ചെവിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. അത് കാരണം അവൾ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടറിനോട് കാര്യം പറയും. ഡോക്ടറാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രി അവൾ വീട്ടിൽ പോകാതെ വഴിയോരത്തൊക്കെ കിടന്നുറങ്ങിയിട്ടാണ് നേരെ വീട്ടിലേക്ക് എത്തുന്നതും. ജോലി കഴിഞ്ഞിട്ട് വന്ന ഗോപാലാണെങ്കിൽ ഉമയെ കാണാത്തത് കൊണ്ട് അവളെ അന്വേഷിച്ച് പുറത്തു നിൽക്കുകയായിരുന്നു. അതേസമയമായിരുന്നു ഉമ വീട്ടിലേക്ക് വന്നതും. നീ എവിടെ പോയിരുന്നതാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊന്ന് പുറത്തു പോയതാന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോകും. അന്നേ ദിവസം കഴിക്കുവാനുള്ള ഫുഡൊക്കെ ഗോപാൽ വാങ്ങിക്കൊണ്ടുവന്നു. ഗോപാൽ ഫുഡ് കഴിക്കുന്ന സമയത്തും ഉമ ഒന്നും കഴിക്കുന്നതേയില്ല. നീ എന്താ ആഹാരം കഴിക്കാത്തത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നുമില്ല, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, അതാ ഞാൻ കഴിക്കാത്തത്, എനിക്ക് വയറ്റിന് സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നും ഗോപാൽ പറയും. ഉമയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് തയ്യാറാകുന്നതേയില്ല. എന്നത്തെയും പോലെ ഉമയാണെങ്കിൽ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ബക്കറ്റും മോർപ്പുമായിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഉമയുടെ മുന്നിലായിട്ട് ഒരാട് വന്നു നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആടിനെ കണ്ടതും അവളാണെങ്കിൽ ആ ആടിനെ എടുത്ത് അതിന്റെ കഴുത്ത് കടിച്ചു മുറിച്ച് അതിന്റെ രക്തം കുടിക്കുകയാണ്. അവൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നതേയില്ല. എന്നിട്ട് ആട് മരിച്ചെന്നുറപ്പ് വന്നതും അതിനോട് ക്ഷമയും ചോദിച്ച് ആ ഒരു ആടിനെ വലിച്ചിഴച്ച് വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നതും അവിടെ ഗോപാൽ ഇരിക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് അവൾ കിടന്നുറങ്ങുന്നതും. ഗോപാലിനാണെങ്കിൽ ഇവൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല.
അടുത്ത ദിവസം ഉറക്കമുണർന്ന ഉമയാണെങ്കിൽ തണുപ്പ് കാരണം പുതച്ചുമൂടി നേരെ ചെല്ലുന്നത് ആ ആടിനെ കൊന്നിട്ട സ്ഥലമില്ലേ അവിടേക്കായിരുന്നു. എന്നാൽ അവിടെ ആടില്ല, പക്ഷേ രക്തം കിടക്കുന്നതായിട്ട് ഉമ കാണും. അതിനുശേഷം അവൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഗോപാൽ ഇരുന്ന് ഫുഡ് കഴിക്കും. അവൾക്കും ഫുഡ് കൊടുക്കുന്നു. പക്ഷേ ഉമയാണെങ്കിൽ ഒന്നും കഴിക്കുന്നതേയില്ല. ഗോപാൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമയാണെങ്കിൽ ഗോപാലിന്റെ പാത്രത്തിൽ ബാക്കിയുള്ള ചോറെടുത്തിട്ട് കഴിക്കും. പക്ഷേ കഴിച്ചു കഴിഞ്ഞതും ഉടനെ തന്നെ അവൾ വല്ലാതെ ഛർദ്ദിക്കും. ഉമയുടെ അവസ്ഥ ദിവസം ചെല്ലുന്തോറും മോശമായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന ഉമയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാടിനുള്ളിലേക്ക് പോയി ഒരു പക്ഷിയെ പിടിച്ചിട്ട് അതിനെ കൊന്ന് അതിന്റെ രക്തം ഊറ്റി കുടിക്കുന്നു. അതിനുശേഷം ആ പക്ഷിയെ ഒരു തുണിയിൽ ചുറ്റിയതിനു ശേഷം അതിനോട് മാപ്പും പറഞ്ഞിട്ട് നേരെ അതിനെ തന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഒരു ബോക്സിനുള്ളിലാക്കി വെക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾക്ക് തോന്നുമ്പോഴെല്ലാം പോയി പക്ഷിയെ പിടിക്കുന്നു, അതിന്റെ രക്തം കുടിക്കുന്നു, അതിനെ തുണിയിൽ ചുറ്റുന്നു, അതിനോട് മാപ്പും പറഞ്ഞ് തന്റെ കട്ടിലിനടിയിലുള്ള ബോക്സിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് തന്നെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു. ജോലിക്ക് പോകുന്നു, പക്ഷിയെ പിടിക്കുന്നു. ഇത് തന്നെയാണ് അവളുടെ പണിയും. ഒരിക്കൽ അവളുടെ വീട്ടിലെത്തിയ ഗോപാലാണെങ്കിൽ ഇവിടെയെല്ലാം നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് ഈ നാടേ സ്മെല്ല, പിന്നെ എന്നെ റൂമെന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്നുമെല്ലാം വഴിതിരിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. ഒരിക്കൽ ഉമയാണെങ്കിൽ നേരെ ബൂത്തിൽ ചെന്ന് ഗോപാൽ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിക്കും. എന്നിട്ട് ഗോപാലിനോട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഓക്കെയാ, നീ ഓക്കെ ആണോ എന്ന് ഗോപാലും ചോദിക്കും. ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഉമ കോള് കട്ട് ചെയ്യുന്നു. ഇവൾ എന്തിനാ തന്നെ വിളിച്ചത് എന്ന് ചിന്തിച്ചു നിൽക്കുകയായിരുന്നു ഗോപാൽ. അന്നേ ദിവസം കട്ടിലിൽ കിടക്കുകയായിരുന്നു ഉമ. അതേ സമയം തന്നെയായിരുന്നു അവളാണെങ്കിൽ ഓരോ പക്ഷികളുടെയും രക്തം മൂറ്റി കുടിച്ചിട്ട് അതിനെയൊക്കെ കട്ടിലിനടിയിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ. ആ പക്ഷികളൊക്കെ ജീവൻ വെച്ച് പറന്നു പോകുന്നു. അത് കണ്ടിട്ട് ഉമ്മ ഞെട്ടിയിരിക്കുകയാണ്. അന്നേ ദിവസം ജോലി കഴിഞ്ഞ് ഗോപാൽ വീട്ടിലേക്കെത്തും. ഗോപാലും ഉമ്മയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. അപ്പോൾ ഗോപാലാണെങ്കിൽ ആദ്യം നീ പറയാന്ന് ഉമ്മയോട് പറയും. ഉമ്മ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നീ ഞെട്ടും. നീ തന്നെ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനായി പറയുമെന്ന് പറയുമ്പോൾ നീ കാര്യം പറയുവാനായിട്ടും ഗോപാൽ പറയുന്നു. അങ്ങനെ ഉമ്മയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഗോപാലിനോട് പറയും. അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ഉമ്മ പറയുന്നത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഗോപാൽ. ഉമ്മ ഈ കാര്യങ്ങളെല്ലാം ഗോപാലിനോട് പറഞ്ഞത് ഒരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ആരോ വരും. അത് മറ്റാരുമല്ല, ഗോപാലിന്റെ കൂട്ടുകാരനും ഭാര്യയുമായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ബീച്ചിലേക്ക് പോകാമെന്ന് ഗോപാൽ പറഞ്ഞതിനാലാണ് അവരെത്തിയതും. ഉടനെ തന്നെ ഗോപാലിനെയും ഉമയും കൂട്ടി അവർ ബീച്ചിലേക്ക് പോകും. എന്നാൽ ഉമയ്ക്കാണെങ്കിൽ അവരോടൊപ്പം ബീച്ചിൽ പോയത് അത്ര ഇഷ്ടമായില്ല. അവൾക്ക് വല്ലാതെ ബോറടിക്കുവാനായും തുടങ്ങി. കുറെ കഴിഞ്ഞ് ഗോപാലും ഉമയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. കുറെ നേരം അവർ രണ്ടുപേരും അവിടെ ഇവിടേക്ക് കറങ്ങി നടന്ന് ട്രെയിൻ കയറുവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയത്തായിരുന്നു ഉമ്മ ബോംബെ മിഠായി കണ്ടതും. തനിക്കത് വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ഗോപാൽ ഇത് വാങ്ങുവാനായും പോകും. അതേ സമയത്തായിരുന്നു ട്രെയിൻ വന്നതും ഉമ്മ അതിൽ കയറിയതും ട്രെയിൻ എടുത്തതും. ഗോപാലാണെങ്കിൽ ട്രെയിനിന്റെ പിന്നാലെ ഓടും. ഗോപാൽ കയറിയില്ല എന്ന് മനസ്സിലാക്കി ഉമ്മയാണെങ്കിൽ ഉടനെ തന്നെ ചാടിയിറങ്ങി. ഉമയുള്ള സ്ഥലം വരെ ഗോപാല ബോംബെ മിഠായുമായി ഓടി വരുന്നത് കണ്ട് ഉമയാണെങ്കിൽ നീ എന്തിനാ ഇത്രയും ദൂരം ഓടി വന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ബോംബെ മിഠായി വാങ്ങി കഴിക്കാതെ അവൾ കളയുന്നു. എന്നിട്ട് ഗോപാലിനോട് ചോദിക്കും നമുക്ക് ഫ്രണ്ട്സ് ആകാം. അതിന് ഗോപാൽ സമ്മതിക്കും. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എങ്കിൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്കൊരു കിസ് തരുമോന്ന്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അന്നേ ദിവസം വീട്ടിലെത്തിയ അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. രാവിലെ ഉറക്കമുണർന്ന ഉമയാണെങ്കിൽ അവളെന്നും രക്തം കുടിച്ചിട്ട് ഓരോ കിളികളെയായിട്ട് ചുറ്റി വെച്ചിരിക്കുന്നില്ലേ കൊന്നിട്ട്. ആ കിളികളൊക്കെ ജീവൻ വെച്ച് പറന്നു പോകുന്നത് കണ്ട് ഉടനെ തന്നെ ഗോപാലിനെ തട്ടിവിളിക്കും. എന്നാൽ ഗോപാലാണെങ്കിൽ ഉണരുന്നുണ്ടായിരുന്നില്ല. ഗോപാൽ മരണപ്പെട്ടിരിക്കുന്നു. തലേ ദിവസം രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടില്ലേ, അതിനിടയിൽ വെച്ചാണ് ഗോപാൽ മരണപ്പെട്ടു പോയത്. എന്നാൽ ആ സമയം ഉമ ാണ് അയാളുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതും. ഇപ്പോൾ ഗോപാൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട് ഉമ്മ ഞെട്ടിപ്പോവുകയാണ്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഗോപാല് മരിച്ചത് മനസ്സിലാക്കി ഉമയാണെങ്കിൽ ആ ഒരു കാര്യം ആരോടും പറയാതെ ഗോപാലിന്റെ ഡെഡ് ബോഡി ആ റൂമിൽ തന്നെ വെച്ചിട്ട് അവളും റൂമിന് പുറത്തു പോകാതെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ആരും ഈ ഒരു കാര്യം അറിഞ്ഞതേയില്ല. ഉമയെയും പുറത്ത് കാണാനില്ല, ഗോപാലിനെയും പുറത്ത് കാണാനില്ല. മാത്രമല്ല ജീവൻ വെച്ച ആ കിളികളെല്ലാം അവിടെ പറന്നു നടക്കുകയാണല്ലോ. അതിനെ എല്ലാത്തിനെയും അവൾ പിടിച്ചൊരു തുണിയിൽ ചുറ്റിവെക്കും. ഒടുവിൽ അതിന്റെ ശബ്ദം സഹിക്കവയ്യാതെ അവൾ അതിനേക്ക് പുറത്തേക്ക് തുറന്നു വിടുന്നു. ഗോപാലിനെയും ഉമയും പുറത്ത് കാണാനില്ല. നാട്ടുകാരെല്ലാവരും അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ അതേസമയം തന്നെ ഉമയെ ജോലിക്ക് വരാത്തത് കൊണ്ട് അന്വേഷിച്ച് സെക്യൂരിറ്റി എത്തുന്നു. ഉമയുടെ വീട്ടിൽ വന്നിട്ട് വാതിലിൽ ഒരുപാട് തട്ടി നോക്കും. ആരും തുറക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അടുത്തുള്ളൊരു സ്ത്രീയോട് ചെന്നിട്ട് ഈ വീട്ടിലെ ഉമയില്ലേ, അവരിവിടെ ഇല്ലേ എന്നൊക്കെ തിരക്കും. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഇതേ ഉമയുടെ ഭർത്താവിനോടൊപ്പമാണ് എന്റെ ഭർത്താവും ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അയാളാണെങ്കിൽ ജോലിക്കും വരുന്നില്ല, ഉമയും കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്നും ആ ഒരു സ്ത്രീ പറയും.
സെക്യൂരിറ്റി വന്ന് സംസാരിച്ച ആ ഒരു സ്ത്രീയില്ലേ, അവരാണെങ്കിൽ ഉമ്മയുടെ വീട്ടിലെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുവാനായി പോകും. അതേ സമയത്തായിരുന്നു അവിടെ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം അടിച്ചതും. അവരാണെങ്കിൽ വൊമിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ വീടിനുള്ളിലായിട്ട് ഉമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയും തോറും ഗോപാലിന്റെ മൃതദേഹം അഴുകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഉമ്മയാണെങ്കിൽ ആ മൃതദേഹം എടുത്ത് സമാധി പോലെ ഇരുത്തിയിട്ട് അവിടെ കുറെ മാലകളും പിന്നെ കളർ ബൾബുകളും ഒക്കെ ഇട്ട് ഒരു സമാധി ഇരുത്തുന്നത് പോലെ ഗോപാലിനെ അവിടെ ഇരുത്തി. അവൾക്കാണെങ്കിൽ മാനസിക നില തെറ്റുന്ന അവസ്ഥയായി. മാത്രമല്ല ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഉമ്മയുടെ അടുത്തേക്ക് കുറെ ആടുകൾ വരുന്നു. അത് വല്ലാതെ കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആടുകളുടെ കരച്ചിൽ കേട്ട് പരിസരത്തുള്ളവരെല്ലാം പുറത്തിറങ്ങി നോക്കും. എവിടെ നിന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നതേയില്ല. മാത്രമല്ല ഉമ്മയുടെയൊക്കെ വീടിനടുത്ത് നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. ആടുകളുടെ ശല്യം സഹിക്കാനാകാതെ ഇതിനെയെല്ലാം കാടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് വിട്ടിട്ട് വരുന്ന സമയത്തായിരുന്നു ഉമ്മ തന്റെ വീടിന്റെ വാതിലായിട്ട് ആ ഒരു പിശാച് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവൾ കാണുന്നത്. എന്തൊക്കെയോ മന്ത്രമൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട്. അത് കണ്ട് ഉമ്മ ഞെട്ടി നിൽക്കുകയാണ്. വീടിനുള്ളിലേക്ക് കയറുന്ന സമയം തന്നെ അവളുടെ പിന്നാലെ ഗോപാലിന്റെ കൂട്ടുകാരന്റെ വൈഫും കയറുന്നു. എന്നിട്ടുടനെ തന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചതും ഗോപാലിന്റെ മൃതദേഹം അവർ കാണുന്നു. അവരത് കണ്ടതും ഞെട്ടിപ്പോവുകയാണ് ചെയ്തതും. ഉടനെ തന്നെ ഉമ്മയാണെങ്കിൽ അവരെ ഭിത്തിയോട് ചേർത്ത് നിർത്തി, നിനക്ക് സത്യത്തിൽ എന്താ വേണ്ടത്? എനിക്ക് എത്രത്തോളം ദാഹമുണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ എന്റെ ഈ ഒരു ശാപം നിനക്ക് തരുവാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി എടുത്ത് അവരുടെ തലക്കടിച്ച് അവരെ കൊലപ്പെടുത്തുന്നു. അവർ മരിച്ചു എന്ന് ഉമ്മ ഉറപ്പുവരുത്തും. അതേ സമയത്തായിരുന്നു ഉമ്മയ്ക്കൊരു കൂട്ടുകാരിയില്ലേ, അവരാണെങ്കിൽ നാട്ടിൽ പോയിട്ട് തിരികെ വന്നുവെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായതും ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു കത്തി വാങ്ങിക്കൊണ്ടുവന്ന ഉമ്മയാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ശരീരം പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചിട്ട് നേരെ അതൊക്കെ ഒരു ചാക്കിലാക്കി കാട്ടിലേക്ക് പോകും. എന്നിട്ട് ആ മൃതദേഹമെല്ലാം കാട്ടിൽ വലിച്ചെറിയുന്ന സമയത്ത് അവൾ കുറെ ആടുകളെ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടില്ലേ, ആ ആടുകളെല്ലാം ആ മൃതശരീരത്തിനടുത്തേക്ക് ഓടി വരും. എന്നിട്ട് ആ പച്ച മാംസമെല്ലാം ആട് ഭക്ഷിക്കുകയാണ്. അതെല്ലാം നോക്കി നിൽക്കുകയാണ് ഉമ്മയും. ഇത് കാണുന്ന സമയത്ത് ആട് എങ്ങനെയാ മനുഷ്യമാംസം കഴിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ലേ? അതിന് പിന്നിലൊരു കാരണമുണ്ട്. അത് വഴിയേ പറയാം. അടുത്ത ദിവസം രാവിലെ ഉമ്മ പോകുന്നത് തന്റെ ട്രാൻസ്ജെൻഡർ കൂട്ടുകാരിക്ക് അടുത്തേക്കായിരുന്നു. എന്നിട്ട് അവരുടെ കൈവശം കുറച്ച് കാശ് ഏൽപ്പിച്ചിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കും. ആ കൂട്ടുകാരി നേരെ പോകുന്നത് ഒരു ലോറി ഡ്രൈവറിന്റെ അടുത്തേക്കും. എന്നിട്ട് അയാളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഗോപാലിന്റെ ശരീരം വെള്ള തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം അതിനടുത്തായിട്ടിരിക്കുന്ന ഉമയാണ്. എന്നിട്ട് ആ ഒരു ശവശരീരവുമായിട്ട് ഉമയാണെങ്കിൽ അതേ ലോറിയിൽ തന്നെ യാത്രയാകുന്നു. കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആ ലോറി ഡ്രൈവർ ആണെങ്കിൽ എനിക്കിനി നിന്നെയും കൊണ്ട് മുന്നോട്ട് പോകുവാനായി പറ്റില്ല, ഒന്നാമത് ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും. ലോറിക്കാരൻ വഴിയിൽ ഇറക്കി വിട്ടപ്പോൾ വേറെ വഴിയില്ലാതെ ഉമയാണെങ്കിൽ ഡെഡ് ബോഡിയുമായി ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ വെച്ച് ഡെഡ് ബോഡി കത്തിച്ചു കളയും. അടുത്ത ദിവസമായപ്പോഴേക്കും ഡെഡ് ബോഡി കത്തിക്കരിഞ്ഞ് ചാരമായി കഴിഞ്ഞിരുന്നു. അവിടെ എത്തിയൊരു സ്വാമിയാണെങ്കിൽ അതിൽ നിന്നും ചാരമെടുത്ത് ഉമയെ ഏൽപ്പിക്കും. ഉമ ആ ചാരവുമായി റോഡിലൂടെ നടന്നു പോകും. പക്ഷെ ഒരു ഘട്ടത്തിൽ അവൾ ബോധം കെട്ട് തറയിൽ വന്ന് വീഴുകയാണ്. വീണ വീഴ്ചയിൽ അവളുടെ മൂക്കടിച്ച് രക്തവും വരുന്നുണ്ട്. ഉമ ഉറക്കമുണർന്നപ്പോൾ കാണുന്നത് അവളുടെ മുന്നിലായിട്ട് കുറെ സന്യാസി സ്ത്രീകൾ ഇരിക്കുന്നതാണ്. അവർ ഉമയോട് പറയും, നിനക്ക് എത്ര നാള് വേണോ ഇവിടെ താമസിക്കാം, പക്ഷെ ഞങ്ങൾ മാംസമൊന്നും കഴിക്കത്തില്ല, നീ റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അവർ കഴിക്കാൻ കൊടുത്ത ആഹാരം അവൾ കഴിക്കുവാനായി ശ്രമിക്കുമെങ്കിലും നടക്കുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു ഒരു പക്ഷി അകത്തേക്ക് പറന്നു വന്നതും. ഉമ ഉടനെ തന്നെ ആ പക്ഷിയെ പിടിച്ച് ഭക്ഷിക്കും. അത് കഴിഞ്ഞ് ഉമ്മയ്ക്കാണെങ്കിൽ അവർ മൂക്ക് മുറിഞ്ഞതുകൊണ്ട് അതിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉമ ഉടനെ തന്നെ തന്റെ കൂട്ടുകാരിയെ ശീതളിനെ ഫോൺ വിളിക്കും. ശീതൾ പറയുന്നത്, ഇവിടെ എല്ലാവരും പറയുന്നത് നീ ഒരു പിശാചാണെന്നാ, പക്ഷേ നീ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം, നിന്നെ എനിക്ക് വിശ്വാസമാണെന്നും ശീതൾ പറയുന്നു. അങ്ങനെ ഉമ ഓക്കെ ആയി എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ആ ഒരു മഠത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ഉമയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കും. അവിടെ ഇറങ്ങിയിട്ട് നേരെ അവൾ അവളുടെ വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച പോലീസുകാരും കുറെ ആളുകളും അവളുടെ വീടിന് മുന്നിലായിട്ട് കൂടി നിൽക്കുന്നതാണ്. ആരും അറിയാതെ അവൾ അവിടെ ഒളിച്ചു നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച അവളുടെ വീടിന്റെ വാതിൽ തുറന്നതും കുറെ പക്ഷികളെല്ലാം പുറത്തേക്ക് പറന്നു പോകുന്നതും. അത് കാരണം ആളുകളെല്ലാം പേടിച്ച് പിന്നോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ട് ഉമയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായും ശ്രമിക്കും. അവിടെ നിന്നും അവൾ ഓടി നേരെ വന്ന് പെട്ടത് ഒരു പോലീസുകാരന്റെയും ഒരു മന്ത്രവാദിയുടെയും മുന്നിലായിട്ട്. ആ മന്ത്രവാദിയാണെങ്കിൽ ഒഴിഞ്ഞുപോ എന്ന് പറഞ്ഞ് അവളുടെ ദേഹത്തേക്ക് ഗംഗാജലം തളിക്കുന്നു. എന്നാൽ ഉമയ്ക്കാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. അയാൾ വെള്ളം തെളിച്ചതും ആ വെള്ളമാണെങ്കിൽ നേരെ പോസ്റ്റിൽ വന്ന് വീണ് അവിടെ നിന്നും
തീ പൊരിതെറിക്കുന്നു. അത് കണ്ടതും പോലീസുകാരനും മന്ത്രവാദിയും പേടിച്ച് ഉടനെ തന്നെ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ഉമയുടെ കാലിൽ വീഴും. ആ ഒരു അവസരം മുതലാക്കി ഉമ അവിടെ നിന്ന് രക്ഷപ്പെടും. സത്യത്തിൽ പോസ്റ്റിൽ ചെറിയ പ്രശ്നമുണ്ടായതുകൊണ്ട് അത് ശരിയാക്കുവാനായിട്ട് ലൈൻമാൻമാർ മുകളിലുണ്ടായിരുന്നു. അത് കാരണമാണ് പോസ്റ്റിൽ നിന്നും തീപ്പൊരി വന്നതും. എന്നാൽ ഇവർ വിചാരിച്ചത് ഉമ കാരണമാണ് വന്നതെന്ന് വിചാരിച്ച് അവർ പേടിച്ചു പോയി. എന്നാൽ ഉമയെ രക്ഷിക്കുവാനായിട്ട് ഉമയെ കാത്ത് ഉമയുടെ വീടിനടുത്തുള്ള ആ കൂട്ടുകാരിയും അവളുടെ ട്രാൻസ്ജെൻഡർ കൂട്ടുകാരിയും ഒരു കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ ഓടിയ കാറിൽ കയറി രക്ഷപ്പെടുവാനായിട്ട് നോക്കും. കൂട്ടുകാരി പറയുന്നുണ്ട്, നാട്ടുകാരെല്ലാവരും നിന്നെ പിശാചെന്നാ പറയുന്നത്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുവാനായിട്ടും കൂട്ടുകാരി പറയും. കാറിന് പിന്നാലെ നാട്ടുകാരാണെങ്കിൽ തീപ്പന്തവും കൊണ്ടുവരുന്നത് കണ്ട് ഉമ ഉടനെ തന്നെ കാർ നിർത്തുവാനായും പറഞ്ഞു. അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാർ പറയുന്നത്, നീ മനുഷ്യനല്ല, നീ ഒരു പിശാചാണെന്നാണ്. ഉമ പറയുന്നത്, അതെ, ഞാൻ പിശാച് തന്നെയാ, അതിന് നിങ്ങൾക്കെന്താ പ്രശ്നമെന്ന് പറഞ്ഞ് തന്റെ കൈയൊക്കെ വേറെ രീതിയിൽ കാണിക്കുന്നു. അത് കണ്ട് നാട്ടുകാരെല്ലാവരും പേടിച്ചു. ഉടനെ തന്നെ ഉമ കാറിൽ കയറി വീണ്ടും യാത്രയായി. അവർ രണ്ടുപേരും അവളെ കൊണ്ടുവന്ന് വിട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഉമയാണെങ്കിൽ ഹിമാലയൻ എക്സ്പ്രസിൽ കയറും. ട്രെയിൻ കയറിയ ഉടനെ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്നും കറുത്ത സാരി എടുത്തൊടുക്കുകയും കറുത്ത ലിപ്സ്റ്റിക് ഇടുകയും ചെയ്തു. എന്നിട്ട് അവൾ കണ്ണാടി നോക്കി ചിരിക്കുന്ന സമയത്ത് അവൾക്ക് യക്ഷികളെ പോലെ പല്ലുണ്ടായിരുന്നു. അവൾ ട്രെയിനിന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ട്രെയിനിന് പിന്നാലെയായിട്ട് കുറെ ആടുകൾ ഓടി വരികയാണ്. ട്രെയിനിന് പിന്നാലെ ആടുകൾ ഓടി വരുന്നതോടു കൂടിയാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നതും. സത്യത്തിൽ ഈ ഉമയാണെങ്കിൽ ഒരു വാമ്പയർ ആയിരുന്നു. അവൾ അതുകൊണ്ട് തന്നെയാണ് രക്തം കുടിച്ചുകൊണ്ടേയിരുന്നതും. അവൾക്കൊരിക്കലും സാധാരണ ആളുകളെ പോലെ തന്നെ ആഹാരം കഴിക്കുവാനായി പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ ആരുടെയെങ്കിലും രക്തം കുടിക്കുവാനായി ആഗ്രഹിച്ച് കിളികളുടെയൊക്കെ രക്തം കുടിച്ചിട്ട് ആ കിളികളെ എല്ലാം ഒരു തുണിയിൽ പൊതിഞ്ഞ് തന്റെ കട്ടിലിനടിയിൽ കൊണ്ടുവന്ന് വെച്ചതും. ഉമ ഒരു വാമ്പയർ ആയതുകൊണ്ട് തന്നെ ഉമ ആരെ കടിച്ചാലും അവർ വാമ്പയറായി മാറുമായിരുന്നു. അങ്ങനെയാണ് കിളികളും അതുപോലെ ആയതും. ആടിനെ കടിച്ചത് കൊണ്ടാണ് ആ ആടുകളൊക്കെ വാമ്പയറായി മാറിയതും. ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കാട്ടിൽ ഉപേക്ഷിച്ച സമയത്ത് ആടുകളെല്ലാം വന്ന് ആ ഡെഡ് ബോഡി ഭക്ഷിച്ചതും. പിന്നെ ആ സ്ത്രീയെ കടിക്കാതിരുന്നതിന് കാരണം അവൾ കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവരും വാമ്പയറായി മാറും. ഉമയുടെ ഭർത്താവായ ഗോപാൽ മരണപ്പെടാൻ കാരണവും വാമ്പയറായിട്ടുള്ള ഉമയുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടത് കൊണ്ടാകാം. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.